എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം: ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ ബിൽ പ്രകാരം ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയത്? കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ ബിൽ പ്രകാരം ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയത്? കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. 2020 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം: ലിറ്ററസി, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ COVID-19 ക്രൈസിസ് ആൻഡ് ബിയോണ്ട്. 2020 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം: ലിറ്ററസി, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ COVID-19 ക്രൈസിസ് ആൻഡ് ബിയോണ്ട്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗോവിന്ദ് സ്വരൂപ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗോവിന്ദ് സ്വരൂപ്. 2020 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-റഷ്യ സംയുക്ത നാവികാഭ്യാസം? ഇന്ദ്ര നേവി 2020. 2020 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-റഷ്യ സംയുക്ത നാവികാഭ്യാസം? ഇന്ദ്ര നേവി 2020. 2020 സെപ്റ്റംബറിൽ പുനരുപയോഗശേഷിയുള്ള ബഹിരാകാശ പേടകം വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ചൈന. 2020 സെപ്റ്റംബറിൽ പുനരുപയോഗശേഷിയുള്ള ബഹിരാകാശ പേടകം വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ചൈന. കേരള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ? സുദേശ് കുമാർ. കേരള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ? സുദേശ് കുമാർ. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2019-20 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിൻ്റെ സ്ഥാനം 28. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2019-20 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? അനിൽ ജെയിൻ. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? അനിൽ ജെയിൻ. 2020 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ? തങ്കലത തങ്കപ്പൻ, VS സജികുമാർ. 2020 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ? തങ്കലത തങ്കപ്പൻ, VS സജികുമാർ. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ആചരിച്ചതെന്ന്? 2020 സെപ്റ്റംബർ 7. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഓഫ് ബ്ലൂ സ്കൈസ് ആചരിച്ചതെന്ന്? 2020 സെപ്റ്റംബർ 7. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിക്കുന്ന ആദ്യ ഉപദേശക സമിതിയുടെ ചെയർമാൻ? ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിക്കുന്ന ആദ്യ ഉപദേശക സമിതിയുടെ ചെയർമാൻ? ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തീപിടിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണക്കപ്പൽ? MT ന്യൂ ഡയമണ്ട്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തീപിടിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണക്കപ്പൽ? MT ന്യൂ ഡയമണ്ട്. പ്രമുഖ ടെലികോം കമ്പനികളായ ഐഡിയ, വോഡഫോൺ എന്നിവയുടെ സംയോജനത്തിലൂടെ നിലവിൽ വന്ന പുതിയ ടെലികോം ബ്രാൻഡ്? വി. പ്രമുഖ ടെലികോം കമ്പനികളായ
ഐഡിയ, വോഡഫോൺ എന്നിവയുടെ സംയോജനത്തിലൂടെ നിലവിൽ വന്ന പുതിയ ടെലികോം ബ്രാൻഡ്? വി. 2020 സെപ്റ്റംബറിൽ അമേരിക്കയുടെ NG-14 സൈഗ്നോസ് കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? കൽപ്പന ചൗള. 2020 സെപ്റ്റംബറിൽ അമേരിക്കയുടെ NG-14 സിഗ്നോസ് കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? കൽപ്പന ചൗള. കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന സ്ഥാപനം? ലോക ബാങ്ക്. കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന സ്ഥാപനം? ലോക ബാങ്ക്. കേരളത്തിൽ പുതിയ പോലീസ് ബറ്റാലിയൻ നിലവിൽ വരുന്നത് എവിടെ? നിലമ്പൂർ. കേരളത്തിൽ പുതിയ പോലീസ് ബറ്റാലിയൻ നിലവിൽ വരുന്നത് എവിടെ? നിലമ്പൂർ. ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ഇന്ത്യ. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ഇന്ത്യ. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020 ജേതാവ്? പിയറി ഗ്യാസ്ലി. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020 ജേതാവ് പിയറി ഗ്യാസ്ലി. അടുത്തിടെ അന്തരിച്ച ആത്മീയ നേതാവ്? കേശവാനന്ദ ഭാരതി. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ ശ്രദ്ധേയനായ വ്യക്തി? കാസർഗോഡ് എടനീർ മഠാധിപതി. അടുത്തിടെ അന്തരിച്ച ആത്മീയ നേതാവ്? കേശവാനന്ദ ഭാരതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കാസർഗോഡ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കാസർഗോഡ്. വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം? പി. ഇനിയൻ. വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം? പി. ഇനിയൻ. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി? മുസ്തഫ ആദിബ്. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി മുസ്തഫ ആദിബ്. ഒരു ഫുട്ബോൾ താരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം? ബൈച്ചിങ് ഭൂട്ടിയ സ്റ്റേഡിയം, സിക്കിം. ഒരു ഫുട്ബോൾ താരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം? ബൈച്ചിങ് ഭൂട്ടിയ സ്റ്റേഡിയം, സിക്കിം. ഇന്ത്യയിലെ ആദ്യ മറൈൻ ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ മറൈൻ ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനം? കേരളം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന 2ാമത്തെ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇദ്ദേഹം പോർച്ചുഗൽ താരമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരം ഇറാൻകാരനായ അലിദേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന 2ാമത്തെ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2020 ഓഗസ്റ്റ് 31 അന്തരിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി? പ്രണബ് മുഖർജി. 2020 ഓഗസ്റ്റ് 31 അന്തരിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി? പ്രണബ് മുഖർജി. 2020 ഓഗസ്റ്റിൽ നടന്ന ഓൺലൈൻ ഫൈറ്റ് ചെസ് ഒളിമ്പ്യാഡിലെ ജേതാക്കൾ? ഇന്ത്യ, റഷ്യ. 2020 ഓഗസ്റ്റിൽ നടന്ന ഓൺലൈൻ ഫൈറ്റ് ചെസ് ഒളിമ്പ്യാഡിലെ ജേതാക്കൾ? ഇന്ത്യ, റഷ്യ. 2013 ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം? സുമിത് നഗൽ. 2013 ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം? സുമിത് നഗൽ. ലെറ്റ് us ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ പുസ്തകത്തിൻ്റെ രചയിതാവ്? പോപ്പ് ഫ്രാൻസിസ്.
ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോപ്പ് ഫ്രാൻസിസ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി. അടുത്തിടെ നിര്യാതനായ അത്ലറ്റിക് പരിശീലകനും 2020 ധ്യാൻചന്ദ് പുരസ്കാർ ജേതാവുമായ വ്യക്തി പുരുഷോത്തം റായ്. അടുത്തിടെ നിര്യാതനായ അത്ലറ്റിക് പരിശീലകനും 2020 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ വ്യക്തി പുരുഷോത്തം റായ്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ മികവിന് 2020 നാഷണൽ എനർജി ലീഡർ അവാർഡ് നേടിയ വിമാനത്താവളം ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ മികവിന് 2020 നാഷണൽ എനർജി ലീഡർ അവാർഡ് നേടിയ വിമാനത്താവളം ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? കാസർഗോഡ്. കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? കാസർഗോഡ്. 2020 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48, ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. 2020 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48, ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ കമ്മീഷൻ ചെയ്ത സ്ഥലം ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ കമ്മീഷൻ ചെയ്ത സ്ഥലം ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അവീക് സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അവീക് സർക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സ്ഥാപനങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മിഷൻ കർമ്മയോഗി. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സ്ഥാപനങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മിഷൻ കർമ്മയോഗി. അടുത്തിടെ ഇന്ത്യ നിരോധിച്ച പ്രശസ്ത ചൈനീസ് ആപ്പ് പബ്ജി. പബ്ജി അടക്കം 118 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചു. അടുത്തിടെ ഇന്ത്യ നിരോധിച്ച പ്രശസ്ത ചൈനീസ് ആപ്പ് പബ്ജി. ലണ്ടനിലെ പ്രോസ്പെക്ട് മാഗസിൻ്റെ വേൾഡ് ടോപ്പ് 50 തിങ്കേഴ്സ് ഫോർ ദ COVID-19 ഏജ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കെ ശൈലജ. ലണ്ടനിലെ പ്രോസ്പെക്ട് മാഗസിൻ്റെ വേൾഡ് ടോപ്പ് 50 തിങ്കേഴ്സ് ഫോർ ദ COVID-19 ഏജ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കെ ശൈലജ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ചാഡ്വിക് ബോസ്മാൻ. ബ്ലാക്ക് പാന്തർ സിനിമയിലെ നായകനായി വേഷമിട്ട ഹോളിവുഡ് നടനാണ് ഇദ്ദേഹം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ചാഡ്വിക് ബോസ്മാൻ. ഇന്ത്യയിൽ ആദ്യമായി അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 14 ഇനം പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നിശ്ചയിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 14 ഇനം പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നിശ്ചയിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ജപ്പാന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ച വ്യക്തി ഷിൻസോ ആബെ. ജപ്പാന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ച വ്യക്തി ഷിൻസോ ആബെ. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വരുന്ന ജില്ല കൊല്ലം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വരുന്ന ജില്ല കൊല്ലം. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പ്രഥമ CEO വിനോദ് കുമാർ യാദവ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പ്രഥമ CEO വിനോദ് കുമാർ യാദവ്. 2020 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. 2020 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുന്നതിന് നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? പൊന്നാനി.
ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുന്നതിന് നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? പൊന്നാനി. മത്സ്യബന്ധന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ്യ പദ്ധതി. മത്സ്യബന്ധന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ്യ പദ്ധതി. 2021 ഫെബ്രുവരിയിൽ നടക്കുന്ന 13ാമത് എയ്റോ ഇന്ത്യ 21 വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ബാംഗ്ലൂരു. 2021 ഫെബ്രുവരി നടക്കുന്ന 13ാമത് എയ്റോ ഇന്ത്യ 21 വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ബാംഗ്ലൂരു. സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ധാരണയിലേർപ്പെട്ട രാജ്യം. ജപ്പാൻ. സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടു ഇന്ത്യയുമായി ധാരണയിലേർപ്പെട്ട രാജ്യം. ജപ്പാൻ. അടുത്തിടെ ഒരു റോബോട്ടിൻ്റെ നേതൃത്വത്തിൽ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതപ്പെട്ട പത്രം. ദി ഗാർഡിയൻ. അടുത്തിടെ ഒരു റോബോട്ടിൻ്റെ നേതൃത്വത്തിൽ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതപ്പെട്ട പത്രം. ദി ഗാർഡിയൻ. ബാങ്ക് വായ്പക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ. രാജീവ് മെഹ്റിഷി. ബാങ്ക് വായ്പക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ. രാജീവ് മെഹ്റിഷി. വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 105. വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 105. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. സഫലം. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. സഫലം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന രാജ്യം. UAE. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന രാജ്യം. UAE. വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ചൈതന്യ തംഹാനെ. ചിത്രം ദ ഡിസിപ്പിൾ. വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ചൈതന്യ തംഹാനെ. $1 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ കമ്പനി. റിലയൻസ് ഇൻഡസ്ട്രീസ്. $1 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ കമ്പനി. റിലയൻസ് ഇൻഡസ്ട്രീസ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെ? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെ? ആലപ്പുഴ. ഫോർമുല 1 ട്രാക്കിൽ 1000 റേസുകൾ പൂർത്തിയാക്കുന്ന ആദ്യ ടീം. ഫെരാരി. ഫോർമുല 1 ട്രാക്കിൽ 1000 റേസുകൾ പൂർത്തിയാക്കുന്ന ആദ്യ ടീം. ഫെരാരി. ഐക്യരാഷ്ട്രസഭ അടുത്തിടെ അംഗീകാരം നൽകിയ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഐക്യരാഷ്ട്രസഭ അടുത്തിടെ അംഗീകാരം നൽകിയ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ്. നവോമി ഒസാക്ക. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ്. നവോമി ഒസാക്ക. 2020 US ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ്. ഡൊമിനിക് തീം. 2020 US ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ്. ഡൊമിനിക് തീം. രാജ്യസഭയുടെ പുതിയ ഉപാധ്യക്ഷൻ. ഹരിവൻഷ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ പുതിയ ഉപാധ്യക്ഷൻ. ഹരിവൻഷ് നാരായൺ സിംഗ്. കേരളത്തിലെ 13ാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നതെവിടെ? കോന്നി, പത്തനംതിട്ട. കേരളത്തിലെ 13ാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നതെവിടെ? കോന്നി, പത്തനംതിട്ട. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി.
യോഷിഹിദെ സുഗ. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ. അടുത്തിടെ യൂണിസെഫിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് സ്റ്റാറ്റസ് ലഭിച്ച ബോളിവുഡ് നടൻ ആയുഷ്മാൻ ഖുരാന. അടുത്തിടെ യൂണിസെഫിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് സ്റ്റാറ്റസ് ലഭിച്ച ബോളിവുഡ് നടൻ ആയുഷ്മാൻ ഖുരാന. ഫോബ്സ് മാസികയുടെ 2020 കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും വരുമാനമുള്ള ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. ഫോബ്സ് മാസികയുടെ 2020 കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും വരുമാനമുള്ള ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. കോവിഡ് പരിശോധന സൗകര്യമുള്ള ഇന്ത്യയുടെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കോവിഡ് പരിശോധന സൗകര്യമുള്ള ഇന്ത്യയുടെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത് എവിടെ? ആക്കുളം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത് എവിടെ? ആക്കുളം, തിരുവനന്തപുരം. മൈ ലൈഫ് ഇൻ ഡിസൈൻ പുസ്തകത്തിൻ്റെ രചയിതാവ് ഗൗരി ഖാൻ. മൈ ലൈഫ് ഇൻ ഡിസൈൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗൗരി ഖാൻ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൈ ഫാമിലി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൈ ഫാമിലി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മനുഷ്യാവകാശ പുരസ്കാരമായ സക്രേവ് പ്രൈസ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആങ് സാങ് സൂചി. റോഹിംഗ്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ചാണ് നീക്കം ചെയ്തത്. മനുഷ്യാവകാശ പുരസ്കാരമായ സക്രേവ് പ്രൈസ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആങ് സാങ് സൂചി. അടുത്തിടെ പുറത്തിറക്കിയ അരുന്ധതി റോയിയുടെ പുസ്തകം ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. അടുത്തിടെ പുറത്തിറക്കിയ അരുന്ധതി റോയിയുടെ പുസ്തകം ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. 2020 സെപ്റ്റംബറിൽ കേരള നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയ നേതാവ് ഉമ്മൻചാണ്ടി. 2020 സെപ്റ്റംബറിൽ കേരള നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയ നേതാവ് ഉമ്മൻചാണ്ടി. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശഭരണ സ്ഥാപനം എന്ന ബഹുമതി അടുത്തിടെ ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശഭരണ സ്ഥാപനം എന്ന ബഹുമതി അടുത്തിടെ ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്തായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് മയ്യിൽ, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്തായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് മയ്യിൽ, കണ്ണൂർ. ലോകബാങ്ക് അടുത്തിടെ പുറത്തിറക്കിയ മാനവ വിഭവശേഷി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ലോകബാങ്ക് അടുത്തിടെ പുറത്തിറക്കിയ മാനവ വിഭവശേഷി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ ആദ്യമായി നിയമിതരാകുന്ന വനിതകൾ സബ് ലഫ്റ്റനന്റ് കുമുദിനി ത്യാഗി, സബ് ലഫ്റ്റനന്റ് റിദ്ധി സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ ആദ്യമായി നിയമിതരാകുന്ന വനിതകൾ സബ് ലഫ്റ്റനന്റ് കുമുദിനി ത്യാഗി, സബ് ലഫ്റ്റനന്റ് റിദ്ധി സിംഗ്. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മടക്കേത്തറ 2000 മെഗാവാട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മടക്കേത്തറ 2000 മെഗാവാട്ട്. വോയിസ് ഓഫ് ഡിസെൻറ്റ് എന്ന പുസ്തകം രചിച്ച വ്യക്തി റോമില ഥാപ്പർ. വോയിസ് ഓഫ് ഡിസെൻറ്റ് എന്ന പുസ്തകം രചിച്ച വ്യക്തി റോമില ഥാപ്പർ. നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന നഗരം ഗാന്ധിനഗർ. നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന നഗരം ഗാന്ധിനഗർ. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ
ഡിവൈസസ് പാർക്ക് നിലവിൽ വരുന്നതെവിടെ? തോന്നയ്ക്കൽ. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് നിലവിൽ വരുന്നതെവിടെ? തോന്നയ്ക്കൽ. കോവിഡ് ബാധിച്ചു അടുത്തിടെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് അങ്കഡി. ഇദ്ദേഹം കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ്. കോവിഡ് ബാധിച്ചു അടുത്തിടെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് അങ്കഡി. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഗ്രാമം അയ്മനം. ആദ്യത്തേത് കുമരകം. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഗ്രാമം അയ്മനം. ഇന്ത്യയിലെ ടിക്ടോക്ക് നിരോധനത്തിനെ തുടർന്ന് യൂട്യൂബ് പകരമായി ഇറക്കിയ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ഷോർട്സ്. ഇന്ത്യയിലെ ടിക്ടോക്ക് നിരോധനത്തിനെ തുടർന്ന് യൂട്യൂബ് പകരമായി ഇറക്കിയ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ഷോർട്സ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി അമേരിക്ക നിരോധിച്ച ചൈനീസ് ആപ്പുകൾ വിചാറ്റ്, ടിക്ടോക്ക്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി അമേരിക്ക നിരോധിച്ച ചൈനീസ് ആപ്പുകൾ വിചാറ്റ്, ടിക്ടോക്ക്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി സഭാംഗത്വം രാജിവെച്ച വ്യക്തി ഹർസിമ്രത് കൗർ ബാദൽ. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി സഭാംഗത്വം രാജിവെച്ച വ്യക്തി ഹർസിമ്രത് കൗർ ബാദൽ. എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബരാക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബരാക് ഒബാമ. ഇറ്റാലിയൻ ഓപ്പൺ ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗം ജേതാവായത് നൊവാക് ജോക്കോവിച്ച്. ഇറ്റാലിയൻ ഓപ്പൺ ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗം ജേതാവായത് നൊവാക് ജോക്കോവിച്ച്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന ആദ്യ ലാപ്ടോപ്പ് കോക്കോണിക്സ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന ആദ്യ ലാപ്ടോപ്പ് കോക്കോണിക്സ്. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇറ്റാലിയൻ ഓപ്പൺ ടൂർണമെൻറ്റിൽ വനിതാ വിഭാഗം ജേതാവായത് സിമോണ ഹാലപ്പ്. ഇറ്റാലിയൻ ഓപ്പൺ ടൂർണമെൻറ്റിൽ വനിതാ വിഭാഗം ജേതാവായത് സിമോണ ഹാലപ്പ്. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 139, ഒന്നാമത് ഐസ്ലാൻഡ്. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 139, ഒന്നാമത് ഐസ്ലാൻഡ്. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അടുത്തിടെ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡീൻ ജോൺസ്. അടുത്തിടെ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡീൻ ജോൺസ്. ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 പ്രകാരം ദ ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസോറാം. ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 പ്രകാരം ദ ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസോറാം.